ഹായ് ഹലോ ഗൈസ്, ക്യാമ്പസ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം വിത്ത് നിസാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ കാണുന്നവർ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ആൾ ആക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ ലൈവിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്രെഡിറ്റ് സ്കോറിനെ പറ്റി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരാൾ എന്നോട്, നമ്മുടെ ഒരു ലൈവിൽ വരുന്നൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ക്രെഡിറ്റ് സ്കോർ എങ്ങനെ അല്ലെങ്കിൽ സിബിൽ സ്കോർ എങ്ങനെ കൂട്ടാം എന്നൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ലോൺ ഒക്കെ കൊടുക്കുന്നതിനൊരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ എന്താണല്ലോ പൂർണ്ണമായിട്ട് കിട്ടും. അത് കൂട്ടാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം 300 മുതൽ 900 വരെയാണ് സിബിൽ സ്കോർ എന്ന് നമുക്കറിയാം. ഈ സിബിൽ സ്കോറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കാരണം 3 മാസം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓരോ 3 മാസം കൂടുമ്പോഴും സിബിൽ സ്കോർ അപ്ഡേറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സിബിൽ സ്കോർ കുറയണം. അപ്പോൾ നമ്മൾ എടുക്കാത്തൊരു ലോണ്, കാരണം കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത് വരുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ എടുക്കാത്തൊരു ലോൺ നമ്മുടെ സിബിൽ സ്കോറിൽ വരികയാണ്, സിബിൽ സ്കോറിൽ കയറി കാണിക്കുകയാണെങ്കിൽ, റിപ്പോർട്ട് എടുക്കുമ്പോൾ കാണുകയാണെങ്കിൽ, അതിന് നമ്മൾ റൈസ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട്. അതിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഞാനെന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സിബിൽ സ്കോർ കൂടുന്നതാണ് റൈസ് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ വീഴ്ചകൾ കൊണ്ട്, നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് സിബിൽ സ്കോർ കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സിബിൽ സ്കോർ കുറയാതിരിക്കുവാനുള്ള മാർഗ്ഗങ്ങളും അല്ലെങ്കിൽ സിബിൽ സ്കോർ മെച്ചപ്പെടുത്തുവാനുള്ള മാർഗ്ഗങ്ങളും സിബിൽ സ്കോർ കൂട്ടുവാനുള്ള മാർഗ്ഗങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഒരു ലോണും എടുക്കാത്ത ഒരാളുടെ സിബിൽ സ്കോർ എന്തായിരിക്കുമെന്നുള്ളത് നമ്മൾ അറിയണം. 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും അവരുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഒരു ലോണും എടുക്കാത്തൊരു വ്യക്തിയുടെ സിബിൽ സ്കോർ എപ്പോഴും 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു നോർമൽ വ്യക്തിയുടെ സിബിൽ സ്കോർ, നല്ല വ്യക്തിയുടെ സിബിൽ സ്കോർ എപ്പോഴും 750, 700, 750 മുകളിലോട്ടായിരിക്കും സിബിൽ നിൽക്കുന്നത്. നല്ല കൃത്യമായിട്ട് തിരിച്ചടവുള്ള ഒരു വ്യക്തിയുടെ സിബിൽ സ്കോർ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് സിബിൽ സ്കോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കൂട്ടുന്നത് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് ലോണുകളുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് അഭേദ്യമായൊരു ബന്ധം ക്രെഡിറ്റ് സ്കോറിനുണ്ട്. കാരണം തിരിച്ചടവിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയാൽ സിബിൽ സ്കോർ കുറയും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, സിബിൽ സ്കോർ കൂടുന്നത് ക്രമേണ കൂടത്തുള്ളൂ. പക്ഷേ ഒരു വീഴ്ച വന്ന് സിബിൽ സ്കോർ കുറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സിബിൽ സ്കോർ താഴേക്ക് പോകും. അതായത് ഇപ്പോൾ 750, 800 ഉള്ള ഒരാളുടെ സ്കോർ ഒരടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് തന്നെ 600, 650 ആ ഒരു റേഞ്ചിലേക്ക് വരും. ഓക്കെ, ഇത് കൂടാനായിട്ട് കാലതാമസം എടുക്കും. ക്രമേണ മന്ദമായിട്ട് മാത്രമേ സിബിൽ സ്കോർ ഉയരത്തുള്ളൂ. താഴുന്നത് പെട്ടെന്ന് താഴും. കാരണം അതങ്ങനെയാണല്ലോ, കയറ്റം കയറാൻ എപ്പോഴും പാടാണ്, പക്ഷേ ഇറക്കത്തിലേക്ക് പോകാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമല്ലോ. നമുക്ക് സൈക്കിളൊക്കെ ചവിട്ടും പറയാം, കയറ്റം കയറാണെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് വേണം, പക്ഷേ ഇറക്കം ഇറങ്ങാൻ വലിയ എഫേർട്ട് വേണ്ടല്ലേ. വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, സൈക്കിളങ്ങ് പോയിക്കോളും, ബ്രേക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ അതുപോലെയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ കയറുന്നത് ക്രമേണ കയറത്തുള്ളൂ, പക്ഷേ ഇറങ്ങുന്നത് പെട്ടെന്ന് ഇറങ്ങുമെന്നുള്ളൊരു ബോധമുണ്ടാവണം. ഇനി സിബിൽ സ്കോർ കുറയാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, വായ്പകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, EMI-കളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? തിരിച്ചടവ് കൃത്യമായിരിക്കണം. കാരണം EMI ഡേറ്റൊക്കെ നമ്മൾ കൃത്യമായി ഓർമ്മ വയ്ക്കണം. ആ ഓർമ്മ വയ്ക്കാനുള്ളൊരു സംവിധാനം ചെയ്യണം. ആ ഓർമ്മ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് EMIs ഒക്കെ അടയ്ക്കണം. ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് അടയ്ക്കണം. ബൗൺസ് ചാർജ് വരാൻ ഇടവരുത്തരുത്. പരമാവധി ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും അത്യാവശ്യം ചോദിച്ചിട്ട് ആ അടവ് അടയ്ക്കുക. കാരണം ചിലപ്പോൾ ശമ്പളം വരാൻ 2 ദിവസം വൈകിക്കഴിഞ്ഞാൽ EMI സമയബന്ധിതമായിട്ട് അടയ്ക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അറിയുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ച് പൈസ കടം വാങ്ങിയിട്ടാണെങ്കിലും EMI അടച്ചിട്ട് അടുത്ത ശമ്പളം വരുമ്പോൾ പൈസ ഉടനെ കൊടുക്കണം. കാരണം നമ്മൾ അവരോട് വിശ്വാസവഞ്ചന, നമ്മൾ തരുന്നവരോട് വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ചെയ്തേക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, സിബിൽ സ്കോർ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ കൂട്ടാൻ അല്ലെങ്കിൽ നല്ല സിബിൽ സ്കോർ നിലനിർത്തണമെങ്കിൽ അവരവരുടെ കുടിശ്ശിക കൃത്യമായി തിരിച്ചടയ്ക്കുകയും
തിരിച്ചടവുകൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ സംവിധാനങ്ങൾ ചെയ്യുക. നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഇപ്പോൾ റിമൈൻഡർ സെറ്റ് ചെയ്യുക മൊബൈലിലാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി വയ്ക്കുക, ഓർമ്മിപ്പിക്കുക, കലണ്ടറിൽ എഴുതി വയ്ക്കുക EMI ഡേറ്റ് എന്നൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും റെഗുലറി കാണുന്ന ഒരു സ്ഥലത്ത് റിമൈൻഡർ സെറ്റ് ചെയ്യണം. നമ്മൾ റെഗുലറി കേൾക്കുന്ന രീതിയിൽ റിമൈൻഡർ സെറ്റ് ചെയ്യണം ആ ഡേറ്റ് ആകുമ്പോൾ. ഓക്കെ, ഒന്നാമത് ചെയ്യേണ്ട ഈ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഒരേ സമയം ഒന്നിൽ കൂടുതൽ വായ്പകൾ എടുക്കുന്ന സ്വഭാവത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം ഒരു വായ്പ എടുത്തു, സിബിൽ സ്കോർ ഉണ്ട്, നല്ല വായ്പ കിട്ടി, അടുത്ത് പിന്നെയും വായ്പകൾ തരാനായിട്ട് ഇങ്ങോട്ട് പല ഏജൻസികളും സന്നദ്ധരായിട്ട് നിൽക്കുവാണെന്ന്. പല ഏജൻസികളും നമുക്ക് സിബിൽ സ്കോർ ഉണ്ട് എങ്കിൽ ഇങ്ങോട്ട് ലോൺ തരാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ ആവേശം കൂടിയിട്ട് അനാവശ്യമായിട്ട് ലോണുകൾ എടുക്കരുത്. നമുക്ക് ആവശ്യത്തിന് ഒരു ലോൺ എടുക്കുക, അത് അടച്ചു തീർക്കുക. അത് പരമാവധി തിരിച്ചടവിൽ വീഴ്ചകൾ വരുത്താതിരിക്കുക, ബൗൺസ് ചാർജ് ഉണ്ടാകാതിരിക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ്? കൂടുതൽ കാലാവധിയുള്ള ഹൗസിംഗ് ലോൺ, കാർ ലോൺ തുടങ്ങിയ സെക്യൂരിറ്റിയുള്ള വായ്പകളുടെയും കുറഞ്ഞ കാലാവധിയുള്ള സെക്യൂരിറ്റി ഇല്ലാത്ത പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവയുടെയും ശരിയായ സമന്വയം തിരിച്ചടവ് എളുപ്പമാക്കുക. എപ്പോഴും ആൾക്കാരെ ബാധിക്കുന്നൊരു കാര്യം ക്രെഡിറ്റ് കാർഡ്, ലോങ് ടൈം ലോണുകളൊക്കെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിബിൽ സ്കോർ മെച്ചപ്പെടണമെങ്കിൽ എപ്പോഴും ഷോർട്ട് ടൈം ലോണുകൾ എടുക്കുക, പെട്ടെന്ന് തിരിച്ചടയ്ക്കുക. നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലോണുകളെ എടുക്കാവൂ. എന്നാലും സിബിൽ സ്കോർ മെച്ചപ്പെട്ട് തന്നെ ഇരിക്കും. ഓക്കെ, തിരിച്ചടവ് തന്നെയാണ് പ്രധാന പോയിന്റ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും OTSലേക്ക് പോരുത്, വൺ ടൈം സെറ്റിൽമെൻറ്റിലേക്ക് പോരുത്. കാരണം തീരെ ബുദ്ധിമുട്ടിലാകുമ്പോഴാണ് ബൗൺസ് ചാർജുകളൊക്കെ കയറിയാണ് OTSലേക്ക് പോകുന്നത്. അതുപോലെ ഒരിക്കലും ജപ്തി നടപടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യരുത്. റവന്യൂ റിക്കവറിക്ക് നമ്മൾ പോകരുത്. ലോൺ എടുത്തതിൻ്റെ പേരിൽ നമ്മൾ റവന്യൂ റിക്കവറിക്ക് പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് മാർക്കാവും. OTS ആണെങ്കിലും നെഗറ്റീവ് മാർക്കാണ്. അത് സിബിലിനെ കാര്യമായി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും എങ്ങനെയെങ്കിലും എടുക്കുന്ന ലോൺ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇനി കൃത്യമായിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടയ്ക്കാൻ പറ്റുമെങ്കിൽ എനിക്കായാലും നിങ്ങൾക്കായാലും ലോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അടയ്ക്കാൻ കഴിവില്ലെങ്കിൽ ലോൺ എടുക്കരുത്. പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ല് ഞാൻ ഇവിടെ പറയാം. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നതേ ഞാൻ ചെയ്യാവൂ, എന്നെക്കൊണ്ട് കഴിയുന്ന ലോണേ ഞാൻ എടുക്കാവൂ. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്ന വായ്പാ അക്കൗണ്ടുകളുടെ കൃത്യമായ രീതിയിലുള്ള തിരിച്ചടവ് നടത്തുന്നത് നോക്കാം. ഇപ്പം ഞാൻ ഒരാൾക്ക് ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ എപ്പോഴും ജാമ്യം നിൽക്കും. സിബിലിനെ കുറയുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടോ. അപ്പോൾ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കണമെങ്കിൽ, ആർക്കെങ്കിലും നിങ്ങൾ ജാമ്യം നിൽക്കുന്നുവെങ്കിൽ ആ ജാമ്യക്കാരൻ ജാമ്യം ആർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അവൻ എപ്രകാരമാണ് ലോൺ തിരിച്ചടയ്ക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. അവൻ്റെ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് ആലോചിക്കണം. അവന് കൊടുത്താൽ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ആളാണോ എന്നുള്ള ഉറപ്പിക്കണം. ഇനി നമുക്കൊരു അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാവൂ. ചെറിയൊരു സംശയമുണ്ടെങ്കിൽ പോലും ജാമ്യം നിൽക്കരുത്. കാരണം നമ്മൾ പറയും സ്നേഹബന്ധമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ ജാമ്യം നിന്നിട്ട് ആർക്കു വേണ്ടിയാണോ ജാമ്യം നിൽക്കുന്നത് അവൻ ലോണ് കൃത്യമായി തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ അത് ജാമ്യക്കാരനെയും ബാധിക്കും. ഇതിൻ്റെ വായ്പാ വ്യവസ്ഥകളൊക്കെ നിയമപരമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും നമ്മൾ ലോൺ എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ അതിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒന്ന് വായിച്ചു നോക്കണം. വെറുതെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കണം ഇതിൽ എന്തൊക്കെയാണുള്ളത്. കുറേ ഒപ്പുകൾ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ജാമ്യക്കാരനും പ്രധാന ഉപഭോക്താവിനെ പോലെ തന്നെ തുല്യമായ ബാധ്യതയാണുള്ളത്. എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ജാമ്യക്കാരനും എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ അറിഞ്ഞിരിക്കണം. എന്ത്? ആരാണോ ലോൺ എടുത്തത് അയാൾ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ ജാമ്യം നിന്നിട്ടുള്ള ഞാൻ ബാധ്യസ്ഥനാണ് തിരിച്ചടയ്ക്കാൻ എന്നുള്ള എഗ്രിമെൻ്റാണ് അതിൽ വെക്കുന്നത്. നമുക്കറിയാം സ്റ്റേഷൻ ജാമ്യം എന്തിനാണ്? ഈ വ്യക്തിനെ കുറ്റം ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാണ് ആ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ഇറക്കുന്നത്, അല്ലേ? അത് തന്നെയാണ് ഇവിടത്തെയും കാര്യം. നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ലോൺ എടുത്ത വ്യക്തി തിരിച്ചടയില്ലെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് വരും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി ജാമ്യം നിൽക്കുന്നതിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതീവ ഗൗരവകരമായി തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. സ്നേഹബന്ധവും വ്യക്തിബന്ധവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എങ്കിൽ ജാമ്യം നിൽക്കുന്ന നമ്മൾ കുടുങ്ങുമെന്നുള്ളത് ഓർമ്മ വേണം.
ഇവിടെ എനിക്ക് അതാണ് പ്രത്യേകം പറയുന്നത്. ഇനി സിബിൽ സ്കോർ കൂട്ടാനുള്ള ചില ഇതേപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം സിബിൽ സ്കോർ കൂട്ടാനുള്ള പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗോൾഡ് ലോണൊക്കെ വെച്ച് അടച്ച് പൂർത്തിയാക്കി എടുക്കുക. അപ്പോൾ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ആയിട്ട് പോകും. ചെറിയ ലോണുകൾ എടുക്കുക. എപ്പോഴും ചെറിയ ലോണുകൾ എടുത്ത് സിബിൽ സ്കോർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 1000, 2000, 3000, 10000 രൂപ വരെയുള്ള ലോണുകൾ എടുത്തിട്ട് കൃത്യമായി തിരിച്ചടച്ച് സിബിൽ സ്കോർ കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ. സിബിൽ സ്കോർ കൂടി നിൽക്കണമെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ അറിയേണ്ടത് എന്താണ്? കൃത്യമായി ലോൺ തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സിബിൽ സ്കോർ നോക്കുന്നൊരു പ്രവണതയുണ്ട് പലപ്പോഴും. അത് നമ്മൾ നോക്കരുത്. ചിലപ്പോഴൊക്കെ സിബിൽ സ്കോർ കുറയുന്നതിലേക്ക് കാരണമാകാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. സിബിൽ സ്കോർ നമുക്ക് കൂടണമെങ്കിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുക എന്ന് ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ എൻ്റെ ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക, കമൻ്റ് അടിക്കുക, കമൻറ്റുകൾ പറയുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ടോപ്പിക് അവസാനിക്കണം. അപ്പോൾ സിബിൽ സ്കോർ കൂടണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ പാലിക്കേണ്ടത് തിരിച്ചടവ് തന്നെയാണെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.